വാഹനാപകടത്തെ തുടർന്ന് കിടപ്പിലായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ കനിവ് തേടുകയാണ്. തൃശൂർ, ഇരിഞ്ഞാലക്കുട, ചേലൂർ, പള്ളിച്ചാടത്ത് അനീഷാണ് ചികിത്സാ സഹായം തേടുന്നത്. 2018 മതിലകം പുന്നക്ക ബസാറിലുണ്ടായ അപകടമാണ് ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർത്തത്. റിക്കവറി ആവും നമ്മൾ ചോദിക്കുന്നതിന്റെ അർത്ഥം ബ്രെയിൻ പോയി. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു, നടന്ന ദീപനകാരൊന്ന് വന്ന് കിട്ടിയാൽ മതി. ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇരിങ്ങാലക്കുട പള്ളിച്ചാടത്ത് അനീഷിന്റെ വീട്ടിലാണ്. അനീഷൊക്കെ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെ അവരുടെ ജീവിതത്തിലേക്ക് വില്ലനായി എത്തിയത് ഒരു അപകടമാണ്. 2018 ആണ് വില്ലടത്ത് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാകുന്നത്. ആ ട്രാവലറൊക്കെ എടുത്ത് കുടുംബം സുഖകരമായിട്ട് പോകുന്നതിനിടയിൽ ആ ട്രാവലറിലേക്ക് മറ്റൊരു വാഹനം വന്നിരിക്കുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ അനീഷ് പൂർണ്ണമായിട്ടും തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബ്രെയിൻ്റെ ഒരു ഭാഗം അത് പ്രവർത്തനരഹിതമാണ്. അങ്ങനെ വലിയ ദുരിതത്തിലൂടെ ഈ കുടുംബം കടന്നു പോവുകയാണ്. ചികിത്സയ്ക്കോ മറ്റ് ആശുപത്രിയുടെ കാര്യങ്ങൾക്കോ കുടുംബം പുലർത്തുന്നതിനൊന്നും സാധിക്കാതെ ആ കുടുംബം വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഉള്ളതാകട്ടെ ഒരു സഹോദരൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീടാണ്. ഈ അനീഷ് കിടക്കുന്ന ഈ റൂം മാത്രമാണ് അവർക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ കിടക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ മുറികളും ഈ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. അവർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഒരു ചികിത്സയ്ക്ക് ആവശ്യമായ പണം കിട്ടുക എന്നുള്ളതും അതേപോലെ തന്നെ ആരെങ്കിലും സഹായിക്കുക, ഒപ്പം തന്നെ അവർ ആശുപത്രിയിലേക്കും വീട്ടിലെ കാര്യങ്ങൾ ഒരു വീടിൻ്റെ നിർമ്മാണമൊക്കെ നടത്തിയിരുന്നു. ആ വീടിൻ്റെ നിർമ്മാണം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഈ ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ട് ആ വീട് പോലും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വീടിൻ്റെ ഒരു പണി പൂർത്തീകരിച്ച് കിട്ടണമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നത്. ചേച്ചി, എന്തായിരുന്നു ഈ ഒരു അപകടം, എന്നാണ് ഉണ്ടായത്? 2018 29 നവംബർ മാസത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരു വണ്ടി റോങ് വന്ന് കയറി ഇടിച്ചതാണ്. അതിൽ വെച്ചിട്ടാണ് ആളെ തലയടിക്കുകയും ചെയ്തു. ബോധരഹിതനായ ആള്. ആ നേരത്ത് കുറെ ആളുകൾ വെള്ളം തെളിച്ചിട്ട് എക്സ്റ്റേണലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് ഫിക്സ് വന്നുകൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വേറെ മുറിവുകളൊന്നും ഇല്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ആശുപത്രിയിലേക്കൊക്കെ പോയി CT സ്കാൻ എടുത്തപ്പോഴാണ് പറയുന്നത് തലയിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട്. തലയടിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബ്ലീഡിങ് വന്നിട്ടുണ്ട് എന്ന്. പിന്നെ അവിടെ നിന്നോട്ട് ചികിത്സയായി. ആളുടെ കണ്ണിൻ്റെ കാഴ്ചയും പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം ഞങ്ങൾ. എന്താണ് ഇപ്പോൾ ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ഇപ്പം കാഴ്ചയടക്കം അനീഷിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചികിത്സയിൽ വേണ്ടതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്? എവിടെയാണ് ചികിത്സ നടത്തുന്നത്? മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത്. ഇപ്പം ബ്രെയിൻ്റെ ഒരു ഭാഗം പോയത് കൊണ്ട് നമ്മൾക്ക് വേറെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെ മെഡിസിൻ കൊടുത്തിട്ട് ഇപ്പോൾ ഫിക്സിൻ്റെ മെഡിസിന് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ബ്ലീഡിങ്ങും കൂടി വന്നിട്ടുണ്ട്. സ്ട്രോക്കായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മെഡിസിനും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഈ ചികിത്സാ ചെലവൊക്കെ ഭാരിച്ച തുകയാവുന്നു അല്ലേ? ന്യൂറോ പ്രശ്നമുണ്ട്, നെഫ്രോ പ്രശ്നമുണ്ട്, കാർഡിയോ പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ വേരിയേഷനും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ചികിത്സയും വേണം. ഇവിടുന്ന് ഇപ്പം എനിക്ക് ഈ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് ഇല്ലാണ്ട് പറ്റില്ല. അത് മറ്റുള്ളവരുടെ സഹായത്താലാണ് ഞങ്ങൾ പുറത്തേക്ക് കിടക്കണത്. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തളർന്നു കിടക്കണ ഒരവസ്ഥയാണ് വരുന്നത്. ഇപ്പം എന്തൊക്കെയാണ് നമുക്കിപ്പം ഒരു സഹായമായിട്ട് ലഭ്യമാകേണ്ട കാര്യങ്ങൾ? മെഡിസിൻ നമ്മൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടില്ല. നെഫ്രോൻ്റെ ആയാലും ന്യൂറോൻ്റെ ആയാലും കാർഡിയോൻ്റെ ആയാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ വരും. ഇപ്പോൾ ഒരു 15,000-ൻ്റെയാണ് ഞാനിപ്പോൾ ഈ മെഡിസിൻ ഇപ്പോൾ ആരെങ്കിലും സഹായം കൊണ്ടാണ്. അതാണെങ്കിൽ ഇന്ന് എഴുതണം മെഡിസിൻ ആവില്ല, പിന്നെ ചെല്ലുമ്പോൾ വരുന്നത്. ഇപ്പോൾ മാറി വരുമ്പോൾ ഇപ്പോൾ തന്നെ ഫിക്സിൻ്റെ ഗുളികയ്ക്ക് 60 രൂപ 70 രൂപ പറയണത്. അത് 2 നേരം 2 തരം മെഡിസിൻ വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു സ്ട്രോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ കിട്ടുന്നുണ്ടായിരുന്നു. അതിനും വില കൂടുതലാണ്. നമ്മൾ മെഡിസിനുകൾ മെഡിക്കൽ കോളേജിൽ ഇല്ല, പുറത്തുനിന്നാണ് വാങ്ങിക്കേണ്ടത്. ആരെങ്കിലും സഹായിച്ചാൽ ഞങ്ങൾക്ക് വാങ്ങിക്കാം. ആ ഒരു സിറ്റുവേഷനിലൂടെ ഇനി കടന്നു പോണത്. തീർച്ചയായിട്ടും അവർ സുമനസ്സുകളുടെ കനിവാണ് തേടുന്നത്. കാരണം ഇത്രയധികം വലിയൊരു അപകടമുണ്ടായി. ആ അപകടത്തിൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇങ്ങനെ ഈ വിധം കിടക്കയിലേക്ക് മാറേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവിതം പഴയപടിയാകണമെങ്കിൽ സുമനസ്സുകൾ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് സുമനസ്സുകളുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം.
മനുകൃഷ്ണയ്ക്കൊപ്പം സാനുക്യ സജീവ്, ജനം, തൃശ്ശൂർ.